ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 11. ഇത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ 11ൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, തിയറി ചാപ്റ്ററാണ്. എന്നാൽ കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗം കൂടിയാണ്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അടിപൊളി സൈറ്റ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇത് www.rrvgirls.com എന്ന് പറയുന്ന സൈറ്റാണ്. രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂർ, തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരുള്ള രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സൈറ്റാണ്. ഇതിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1ൻ്റെയും +2ൻ്റെയും അതുപോലെ സിംഗിൾ വിൻഡോ അഡ്മിഷൻ്റെയും ഒക്കെ എല്ലാ വിവരങ്ങളും, എല്ലാ ഷോർട്ട് നോട്ടുകളും വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളിതിൽ നോക്കിയാൽ കാണാവുന്ന ബിസിനസ് സ്റ്റഡീസ്, ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ്, ജേർണലിസം, ജോഗ്രഫി, സോഷ്യോളജി, അങ്ങനെ എല്ലാ വിഷയങ്ങളും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എക്കണോമിക്സ്, അങ്ങനെ +1 +2 പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളുടെയും ഷോർട്ട് നോട്ടുകളും വിശദമായ വീഡിയോകളും ഷോർട്ട് വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. എൻ്റെ എല്ലാ വീഡിയോകളും നോട്ടുകളും ഇതിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് +1 കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ഏരിയ സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകും. അപ്പോൾ അതാ ഇവിടെ ചാപ്റ്റർ വൈസ് വീഡിയോ ക്ലാസ് പ്രിപ്പയർഡ് ബൈ നവീൻ ഭാസ്കർ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോകളും ക്രമത്തിൽ നിങ്ങൾക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു സൈറ്റ് ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം ഈ സൈറ്റിൽ നിന്ന് ലഭ്യമാണെന്നുള്ള വിവരം മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 11 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ പാർട്ട് 1. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ഒരു കേബിൾ മുഖേനയോ അല്ലാതെയോ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ശൃംഖല എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണാം, ഇതിൽ കമ്പ്യൂട്ടർ ഉണ്ട്, പ്രിൻ്റർ ഉണ്ട്, നിരവധി ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. കേബിൾ ഉപയോഗിച്ചോ വൈഫൈ ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്കതിനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു നിർവചനം നമുക്കൊന്ന് നോക്കാം. It is an interconnection of computers and other hardware devices like printers, scanners, etc. using a communication medium. അപ്പോൾ പ്രിൻ്റർ, സ്കാനർ, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. ആദ്യത്തേതാണ് റിസോഴ്സ് ഷെയറിംഗ്. അതായത് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലുള്ള എല്ലാ വിവരങ്ങളും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തത് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് അറിയാം സോഫ്റ്റ്വെയർസൊക്കെ വളരെ കോസ്റ്റ്ലി ആണല്ലേ. നമ്മൾ ടോറൻറ്റിൽ നിന്നൊക്കെ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കമ്പനിയിലൊക്കെ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെങ്കിൽ പൈസ കൊടുത്ത് ആ സോഫ്റ്റ്വെയർ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാർഡ്വെയറിനേക്കാൾ കോസ്റ്റ്ലിയാണ് സോഫ്റ്റ്വെയർസ് പലപ്പോഴും. അപ്പോൾ നമുക്ക് നല്ലൊരു ലാപ്ടോപ്പ് 25,000-നോ 30,000-നോ ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഒറാക്കിൾ പോലെയുള്ള സോഫ്റ്റ്വെയറിനൊക്കെ ലക്ഷങ്ങളാണ് വില. അതുപോലെ ഫോട്ടോഷോപ്പിനൊക്കെ നല്ല പൈസ കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ പർച്ചേസ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഒരു സിസ്റ്റത്തിലേക്ക് വേണ്ടി വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ എപ്പോഴും ലാഭമാണ് ഒരു നെറ്റ്വർക്കിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നിരവധി സിസ്റ്റങ്ങളിലേക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് പൈസ മുടക്കിക്കൊണ്ട് നമുക്ക് പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കും. അത് സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ മാത്രമല്ല, ഹാർഡ്വെയറിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷനാണ്. ഇത് നമുക്ക് പറയാതെ തന്നെ അറിയാം. കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആശയവിനിമയങ്ങൾ നടത്താനായിട്ട് സാധിക്കും, മെസ്സേജ് അയക്കാനൊക്കെ സാധിക്കും. നാലാമതായിട്ട് റിലയബിലിറ്റിയാണ്, വിശ്വാസ്യത. എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ വിശ്വാസ്യത കൂടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലല്ലോ, നിരവധി കമ്പ്യൂട്ടറുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകൾ വേറെ പല കമ്പ്യൂട്ടറിലും സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ, അടിച്ചു പോയി കഴിഞ്ഞാൽ മറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ബാങ്കിൻ്റെ ഒക്കെ സെർവർ, ഇപ്പം SBIയുടെ സെർവറിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. SBIയുടെ സെർവർ ഡൽഹിയിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ എല്ലാവരുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസ്, പൈസ ഡീറ്റെയിൽസ് എല്ലാം ആ സെർവറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സെർവറിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ സെർവർ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ
എല്ലാം നഷ്ടപ്പെടുമോ? നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പോവുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഒരു സിസ്റ്റത്തിലല്ല അത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെറ്റ്വർക്കിലുള്ള പല സിസ്റ്റങ്ങളിലും ഈ ഡാറ്റ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എല്ലാ ഡാറ്റയും സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ തകരാറായി കഴിഞ്ഞാൽ ഡാറ്റ മൊത്തം നഷ്ടപ്പെടും. എന്നാൽ നെറ്റ്വർക്കിലാവുമ്പോൾ നമുക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളിൽ അത് സേവ് ചെയ്ത് വയ്ക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ നമുക്ക് വിശ്വാസ്യത വർദ്ധിപ്പിക്കാം. അവസാനമായിട്ട് പറയുന്ന പോയിൻ്റാണ് സ്കെയിലബിലിറ്റി. സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് കൂടുതൽ ഡിവൈസുകളെ വളരെ എളുപ്പത്തിൽ നെറ്റ്വർക്കിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നമുക്ക് കമ്പ്യൂട്ടറുകളോ അനുബന്ധ ഉപകരണങ്ങളോ മറ്റുപകരണങ്ങളോ നമുക്ക് വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാനും അതുപോലെ റിമൂവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അവസാനത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേരുകളെങ്കിലും മിനിമം ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഒരു വരി ഒരൊറ്റ സെൻറ്റൻസിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ടേമുകളാണ്, വാക്കുകളാണ്. അത് ആദ്യത്തേതാണ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ 2 ഹോസ് കൊടുത്തിട്ടുണ്ട്, 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് വളരെ ചെറുതാണ്, അപ്പോൾ അതിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഹോസോ അത് വളരെ വലുതാണ്, അതുകൊണ്ട് അതിൽ വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് ഈ വെള്ളത്തിന് പകരം ഇത് ഡാറ്റ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ചെറിയ കേബിളിലൂടെ കുറച്ച് ഡാറ്റ മാത്രമേ വരുള്ളൂ, വലിയ കേബിളിലൂടെ കുറച്ചധികം ഡാറ്റ വരും. അപ്പോൾ ഈ ഡാറ്റയുടെ അളവാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ചിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മുകളിൽ ഉള്ള കുറച്ച് വെള്ളം മാത്രം വരുന്നതിൽ ലോ ബാൻഡ് വിഡ്ത്ത് എന്നും കുറച്ചധികം വരുന്നതിൽ ഹൈ ബാൻഡ് വിഡ്ത്ത് എന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നിർവചനത്തിലേക്ക് പോവാം. ഇറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. അതായത് ഡാറ്റയുടെ അളവിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സമയത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഡാറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണ് നോയ്സ് എന്നുള്ളത്. അൺവാണ്ടഡ് സിഗ്നലുകൾ, അതായത് ആവശ്യമില്ലാത്ത സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് നോയ്സ്. ഇത് നമുക്ക് ഗ്രാഫിക്കലി നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരു കേബിളിൻ്റെ ഭാഗം വന്നിരിക്കുകയാണ്. ഈ കേബിളിൻ്റെ നടുഭാഗത്തായി നിങ്ങൾക്കൊരു നോയ്സ് സിഗ്നൽ കാണാം, അതായത് ആവശ്യമില്ലാത്ത ഒരു അൺവാണ്ടഡ് സിഗ്നൽ കാണാം. ഇത് നമ്മുടെ ഡാറ്റയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. കേബിളിൻ്റെ ഇടതുവശത്തായിട്ട് നിങ്ങൾക്കൊരു ഡാറ്റ സിഗ്നൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡാറ്റ സിഗ്നൽ ഈ കേബിളിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ അത് വോയിസ് സിഗ്നലായിട്ട് കൂട്ടിമുട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് ചില രൂപമാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എന്നിട്ട് മറ്റൊരു രീതിയിലാണ് നമുക്കത് പുറത്തേക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സിഗ്നൽ നോയ്സ് സിഗ്നലുമായിട്ട് കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് മറ്റൊരു സിഗ്നലാണ്. അതായത് നമ്മൾ കൊടുത്ത സിഗ്നലല്ല. അതായത് നമ്മുടെ യഥാർത്ഥ ഡാറ്റ സിഗ്നൽ നോയ്സുമായിട്ട് കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിന് രൂപമാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രയോജനപ്രദമല്ലാത്ത ഒരു സിഗ്നലായിട്ട് അത് മാറും. അപ്പോൾ നോയ്സ് എന്ന് പറയുന്നത് ഇതാണ്, അൺവാണ്ടഡ് സിഗ്നലുകളാണ്. ഇത് നമ്മുടെ ഡാറ്റ സിഗ്നലുകളുടെ ക്വാളിറ്റിയെ ബാധിക്കുകയും നമുക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോയ്സിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് അൺവാണ്ടഡ് ഇലക്ട്രിക് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡാറ്റ സിഗ്നൽ. ഡാറ്റ സിഗ്നലുകളുടെ ക്വാളിറ്റി കുറയ്ക്കുന്ന, നമുക്ക് ആവശ്യമില്ലാത്ത സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് നോയ്സ് എന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു ടേമാണ് നോഡ് എന്ന്. ഇവിടെ അതാ ഒരു കേബിളിലേക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിൻ്റർ കണക്ട് ചെയ്തു, റൗട്ടർ കണക്ട് ചെയ്തു, സ്കാനർ ഉണ്ട്, മറ്റൊരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ നെറ്റ്വർക്കിൽ പങ്കെടുക്കുന്ന ഉപകരണങ്ങളാണ്. നെറ്റ്വർക്കിൽ പങ്കെടുക്കുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് നോഡ് എന്നത്. എനി ഡിവൈസ് വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് എ നോഡ്. അപ്പോൾ നോഡ് എന്നത് കമ്പ്യൂട്ടർ മാത്രമല്ല, നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ഉപകരണങ്ങളെയും നമ്മൾ വിളിക്കുന്നത് നോഡ് എന്നാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചില ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. പ്രധാനപ്പെട്ട ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് സ്വിച്ച് എന്നുള്ള ഉപകരണം എന്തിനാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഉപകരണമാണ് സ്വിച്ച്.
ഈ സ്വിച്ചിലേക്കാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പ്യൂട്ടറുകളെയും കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിച്ചല്ലോ, എല്ലാ കമ്പ്യൂട്ടറുകളെയും കണക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് എന്ന് പറയുന്ന ഉപകരണത്തിലേക്കാണ്. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അത് ആദ്യം വരുന്നത് സ്വിച്ചിലാണ്. സ്വിച്ചിൽ നിന്നാണത് ആവശ്യമുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന പോസ്റ്റ് ഓഫീസ് പോലെ നമ്മളൊരു കത്ത് അയച്ചാൽ അത് ചെല്ലുന്നത് പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് ഓഫീസിൽ നിന്നാണത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആണ് സ്വിച്ച് എന്നത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ നിർവചനം ഒന്ന് നോക്കാം. എ സ്വിച്ച് ഈസ് എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക്. സ്വിച്ച് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ബ്രിഡ്ജ് എന്നത്. ഇത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 8 കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്ത ഒരു വലിയ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് 2 സെഗ്മെൻ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അതായത് ഒരു വലിയ ഒരു നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ 2 ചെറിയ നെറ്റ്വർക്കുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഈ 2 നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഉപകരണം നടുക്ക് വെച്ചു. അതാണ് ബ്രിഡ്ജ്. വലിയൊരു നെറ്റ്വർക്കിനെ നമ്മുടെ സൗകര്യാർത്ഥം ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാക്കി തിരിക്കാനും അതിനുശേഷം അവയെ കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. അപ്പോൾ നമുക്കതിൻ്റെ നിർവചനം ഒന്ന് നോക്കാം. എ നെറ്റ്വർക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആൻഡ് ക്യാൻ ബി ഇൻ്റർകണക്റ്റഡ് യൂസിങ് എ ബ്രിഡ്ജ്. അപ്പോൾ ഒരു വലിയ നെറ്റ്വർക്കിനെ നമുക്ക് ചില ഡിഫറെൻറ്റ് സെഗ്മെൻറ്റുകളാക്കി തിരിക്കാനും എന്നിട്ട് കൂട്ടി യോജിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉപകരണമാണ് റൂട്ടർ അല്ലെങ്കിൽ റൗട്ടർ. റൂട്ടർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ ഒരു നെറ്റ്വർക്കാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്ന ഉപകരണത്തിലേക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇതാ മറ്റൊരു നെറ്റ്വർക്ക്, അവിടെയും കമ്പ്യൂട്ടറുകളെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ 2 നെറ്റ്വർക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി റൂട്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിരിക്കുകയാണ്. ഇവിടെ റൂട്ടർ ചെയ്യുന്നത് ഒരേപോലെയുള്ള സെയിം നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കുമ്പോൾ എ റൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇൻ്റർകണക്ട് 2 നെറ്റ്വർക്ക്സ് ഓഫ് ദ സെയിം ടൈപ്പ് യൂസിങ് ദ സെയിം പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ റൂൾസ് എന്നാണ് അർത്ഥം, നിയമങ്ങൾ. ഒരേ പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്ന ഒരേപോലെയുള്ള 2 നെറ്റ്വർക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ, കൂട്ടി യോജിപ്പിക്കുവാൻ, അതായത് ഇൻ്റർകണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. ഗേറ്റ് വേ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വലതുവശത്ത് ഇൻ്റർനെറ്റ് ഉണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കണം. ഇവിടെ നമ്മൾ ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. ഇവിടെയുള്ള 2 നെറ്റ്വർക്കും 2 പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിക്കുവാനാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എ ഗേറ്റ് വേ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇൻ്റർകണക്ട് 2 നെറ്റ്വർക്ക്സ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് യൂസിങ് ദ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ. വ്യത്യസ്ത പ്രോട്ടോക്കോൾ പാലിക്കപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിക്കുവാനാണ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് റൂട്ടറും ഗേറ്റ് വേയും തമ്മിലുള്ള വ്യത്യാസം? റൂട്ടർ ഉപയോഗിക്കുന്നത് ഒരേ തരത്തിലുള്ള 2 നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിക്കാനാണ്. എന്നാൽ ഗേറ്റ് വേ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള 2 നെറ്റ്വർക്കുകളെ കൂട്ടി യോജിപ്പിക്കാനാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് മോഡം. മോഡത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് പറയണമെന്നില്ല, കാരണം നമ്മുടെ വീട്ടിലെല്ലാം മോഡം ഉണ്ട്. മോഡം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുള്ളൂ. ഇത് മോഡം എന്ന ഉപകരണമാണെന്ന് വിചാരിക്കുക. മോഡം ചെയ്യുന്നത് ഇത്രമാത്രമാണ്: ഒരു അനലോഗ് സിഗ്നൽ സ്വീകരിച്ച് ഡിജിറ്റൽ സിഗ്നൽ നമുക്ക് തരുന്നു. അതുപോലെ നേരെ മറിച്ചും. അതായത് ഒരു മോഡം അനലോഗ് സിഗ്നലിനെ സ്വീകരിച്ച് ഡിജിറ്റൽ സിഗ്നൽ തരുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ സ്വീകരിച്ച് അനലോഗ് സിഗ്നലിനെ തരുന്നു. അതായത് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മോഡം അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു. എന്തിനാണ് ഇങ്ങനെ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ,
നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നത് കേബിൾ വഴിയാണ്. കേബിളിൽ യൂസ് ചെയ്യുന്നത് അനലോഗ് സിഗ്നലാണ്. എന്നാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുക ഡിജിറ്റൽ സിഗ്നൽ മാത്രമാണ്. അപ്പോൾ അനലോഗ് സിഗ്നലിനെ നമ്മൾ മോഡം എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. A modem is a device that can convert analog signal into digital signal and vice versa. അപ്പോൾ മോഡം എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കാനും ആൻഡ് വൈസ് വേഴ്സ നേരെ തിരിച്ചും ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്, കൃത്യമായി മനസ്സിലാക്കുക. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, മോഡം എന്ന് പറയുന്നത് രണ്ട് ഉപകരണങ്ങളുടെ കോമ്പിനേഷനാണ്, മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. അപ്പോൾ മോഡത്തിൻ്റെ പൂർണ്ണ രൂപം തന്നെ അതാണ്, മോഡുലേറ്റർ ഡീമോഡുലേറ്റർ എന്നാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക. വീണ്ടും എത്രയും പെട്ടെന്ന് നമുക്ക് പാർട്ട് 2 കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ. Like a bird on a tree, I'm